Hey guys, welcome back to our channel. Hope you are doing good. So ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മാത്സ് പബ്ലിക് എക്സാമിൻ്റെ പ്രിപ്പറേഷൻസും അതുപോലെ എക്സാം റിവ്യൂവും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയായിരുന്നു പഠിച്ചിട്ടുണ്ടായത്, എപ്പോഴൊക്കെ പഠിച്ചെന്നുള്ളതൊക്കെ ഒരു ജസ്റ്റ് ബ്രീഫായിട്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ആദ്യം പഠിക്കാൻ വേണ്ടി തുടങ്ങിയ സോഷ്യലിൻ്റെ അന്നത്തെ ആ ഒരു ദിവസം സോഷ്യൽ എക്സാം കഴിഞ്ഞിട്ട് രാത്രി ഒരു 8 മണിക്ക് എന്തോ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, ഒരു സോളേഴ്സിൻ്റെ എന്തോ ആണ്. അപ്പോൾ ആ ഒരു ക്ലാസ് കണ്ടിട്ടുണ്ടായിരുന്നു, അത് കുറച്ച് നേരം കണ്ടു, അതിൻ്റെ ക്വസ്റ്റൻസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഒരു 4 ദിവസത്തേക്ക് മാത്സിനെ തിരിഞ്ഞ് നോക്കിയിട്ടുണ്ടായിട്ടില്ല. എന്നിട്ട് നമ്മൾ സാറ്റർഡേ ഒരു ലൈവ് ഉണ്ടായിരുന്നു, അപ്പോൾ രാത്രി തന്നെയാണ്, രാത്രി ഒരു ലൈവ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രഡിക്ഷൻ്റെ ഒരു ലൈവാണ്. അപ്പോൾ അത് മൊത്തം എനിക്ക് ക്ലാസ് നല്ലോണം മനസ്സിലാവുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വെച്ചാൽ ഫുൾ കണ്ടു തീർക്കാം എന്നുള്ള രീതിയിൽ ഒരു 12:42 ഒക്കെ വരെ ഇരുന്നിട്ട് അത് മൊത്തം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് തന്നെ സൺഡേ ഒരു 7 o'clock ഒക്കെ ആകുമ്പോൾ എണീച്ചു. എന്നിട്ട് പിന്നെ നമ്മൾ ഒരു 9 o'clock ഒരു ഷുവർ 60 എന്ന് പറഞ്ഞിട്ടൊരു ലൈവ് എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലൈവ് പകുതി മാത്രമേ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിട്ടുള്ളൂ, ഫുള്ള് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറേ ക്ലാസ് 10 hours ലൈവ് കണ്ടിട്ടുണ്ടായിരുന്നു, അത് മൊത്തം ഫുള്ള് കണ്ടില്ല. ഇടയ്ക്കിടെ കുറേ ലൈവും കാര്യങ്ങളും കുറേ ക്ലാസ് കണ്ടിട്ടുണ്ടായിരുന്നു, കുറേ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അധികമൊന്നും ഞാൻ ചെയ്ത് നോക്കില്ല, കുറേ ഞാൻ സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെയാണ് ചെയ്തത്. അപ്പോൾ അത്ര വരെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് ആ ഒരു ഷുവർ 60 മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിട്ടില്ല. പിന്നെ ഒരു 5 hours ലൈവ് ഉണ്ടായിരുന്നു എക്സാമിനാറിൻ്റെ. അപ്പോൾ ആ ഒരു ലൈവ് പകുതിയോളം കണ്ടിട്ടുണ്ടായിരുന്നു. അത് പകുതിയോളം കണ്ടു തീർക്കാൻ തന്നെ ഒരു 11:45 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എക്സാം ദിവസമല്ലേ എടുത്തത്, അതുകൊണ്ട് പിന്നെ വെറുതെ റിസ്ക് എടുക്കേണ്ടതെന്ന് വെച്ച് ഞാൻ ആ ഒരു കുറച്ച് കണ്ടത് വെച്ചിട്ട് കിടന്നുറങ്ങി. എന്നിട്ട് പിന്നെ നമ്മുടെ എക്സാം ഡേ ആണ്. എക്സാം ഡേയിൽ നമ്മൾ മോർണിംഗ് ഒരു 6 or 6:30 എന്തോ ആണ് എണീച്ചത്. അപ്പോൾ ആ ഒരു ടൈം എണീച്ചു. വന്നിട്ട് പിന്നെ മോർണിംഗ് ബൂസ്റ്റ് എക്സാമിനറിനെയും കണ്ടു, എടുപ്പോട്ടിൻ്റെയും കണ്ടു, സൈലത്തിൻ്റെ ഒന്ന് ഓടിച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ലാത്ത ആവറേജ് ടൈപ്പ് ആയിട്ടുള്ള എക്സാം ആയിരുന്നു. നല്ല രീതിയിൽ എഴുതിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ കുഴപ്പമില്ല, എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന പോലെ ഒരു ആവറേജ് കൂട്ടിയാണെങ്കിൽ കൂടി ഈ ഒരു 7 ദിവസം നല്ലപോലെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ എഴുതാൻ പറ്റുന്ന പോലെ തന്നെ എക്സാമാണ്. അത്ര അധികം കടുകട്ടി ക്വസ്റ്റ്യനൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം എക്സാം പേപ്പറിനെ പറ്റിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എക്സാം എങ്ങനെയുണ്ടായിരുന്നു എന്നതൊക്കെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റായിട്ട് പറയാം. ആൻഡ് അതുപോലെ തന്നെ സോഷ്യലിന് കിട്ടിയ സംതൃപ്തിയും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, എന്തെല്ലാം കുഴപ്പമില്ലാണ്ട് എഴുതിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ എൻ്റെ ഒരു ടെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റിലോട്ട് ഒരു 5 minutes മുന്നെയാണ് എഴുതി തീർത്തത്. അപ്പോൾ എല്ലാം ഒന്ന് വായിച്ച് നോക്കാനും ഇല്ല കറക്റ്റാണെന്ന് നോക്കാൻ ചെക്ക് ചെയ്യാനും സമയമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട്. ഇൻറ്റൻഷൻ എടുത്തിട്ട് കാര്യമില്ല, അതുകൊണ്ട് തന്നെ അത് വിടുക, അത്ര തന്നെ. ഇനി ഹിന്ദിയുടെ എക്സാം സ്റ്റഡി പ്ലാനും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റായിട്ട് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ആ ഒരു ടെൻഷനൊന്നും അടിക്കേണ്ട, നല്ലപോലെ പഠിക്കാം. ബൈ ബൈ.